തമിഴ്നാട് എന്ന പോളിംഗ് ബൂത്തിൽ എത്തുകയാണ് രാവിലെ 7 മുതൽ. ഇനിയിപ്പോൾ കേവലം 30 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ. 30-25 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 38 ജില്ലകളിലായി 5.73 കോടി വോട്ടേഴ്സാണ് തമിഴ്നാട്ടിലുള്ളത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് തീരുന്നുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിലുണ്ട്, സൂര്യഗായത്രി കടയന്നല്ലൂരിൽ നിന്ന്, രാഹുൽ വിജയൻ കമ്പം തേനി, ഒപ്പം ഷാരിഖ് നവാസ് കോയമ്പത്തൂരിൽ നിന്ന് ചേരുകയാണ്. ആദ്യം മനേഷ് മൂർത്തിയിലേക്ക് പോവുകയാണ്. മനേഷ്, വലിയ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ത്രികോണ പോരാട്ടത്തിനാണ് തമിഴ്നാട് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. എന്താണ് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം? ഏത് രീതിയിലാണ് ഇനി വോട്ടെടുപ്പ് തുടങ്ങാൻ ഏതാണ്ട് 25 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രജിൻ, ദിൽന, ഗുഡ് മോർണിംഗ്. ഏകദേശം ഒരു മാസത്തോളം നീണ്ട വലിയ പ്രചാരണം, അത് നാടിളക്കിയുള്ള പ്രചാരണം. ത്രികോണ മത്സരം വളരെ സജീവമാണ്. എല്ലാ മണ്ഡലങ്ങളിലും 234 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം വളരെ സജീവമാണ്. നമുക്കറിയാം, വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. കാരണം DMK ഒരു രണ്ടാം ഊഴത്തിനു വേണ്ടി വലിയൊരു സഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ അണ്ണാ DMK തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അണ്ണാ DMKയും അതുപോലെ തന്നെ അണ്ണാ DMK BJP NDA സഖ്യവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TVKയുടേതാണ്. തമിഴക വെട്രിക്കഴകത്തിൻ്റെ കാര്യമാണ്. കാരണം വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി തമിഴ്നാട് നോക്കിക്കാണുന്ന ഒരു കാര്യം. അങ്ങനെ എല്ലാ തരത്തിലും വളരെ നിർണായകമാണ് തമിഴ്നാട്ടിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് 237, അതായത് കത്തീഡ്രൽ റോഡിലുള്ള 237ാമത്തെ ബൂത്തിലാണ്. നമ്മളിവിടെ നിൽക്കാനുള്ള കാരണം രാവിലെ തന്നെ പ്രമുഖരെല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വലിയ ജനങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ മാതിരി വോട്ടിംഗ് പ്രക്രിയയൊന്നും തടസ്സപ്പെടാതിരിക്കാനായി പ്രധാനപ്പെട്ട എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങും. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കാനുള്ള കാരണം ഇവിടെയാണ്. നടൻ രജനീകാന്ത് ഇവിടെയാണ് എത്തുക. 7 മണിയോടുകൂടി അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിന് 8:45 കൂടിയാണ് മുഖ്യമന്ത്രി SIET കോളേജിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രമുഖരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തും. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പരമാവധി വോട്ടുകൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തീരുമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പോളിംഗ് പ്രക്രിയ ആരംഭിക്കും. 7 മണിക്ക്, അല്പസമയം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. 7 മണിക്ക് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. 75,032 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്തുടനീളം 38 ജില്ലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ 5.73 കോടി വോട്ടേഴ്സാണ് ഉള്ളത്. 4,834 സ്ഥാനാർത്ഥികളുടെ എണ്ണമെന്ന് പറയുന്നത്. വിവിധ പാർട്ടികളിലുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണമെന്ന് പറയുന്നത് 4,834. എന്തായാലും ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്കാണ് തമിഴ്നാട് കടക്കുന്നത്. 20 മിനിറ്റുകൾക്ക് ശേഷം തമിഴ്നാടിൻ്റെ ഭാവി എന്ത് എന്നറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ്. തമിഴ്നാടിൻ്റെ ഭാവി മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ചും അണ്ണാ DMK ഒക്കെ തിരിച്ചൊരു ഭരണത്തിലേക്ക് വരിക, അണ്ണാ DMK NDA സഖ്യം തിരിച്ചു ഭരണത്തിലേക്ക് വരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. 2.0 എന്ന് പറയുന്ന DMKയുടെ 2.0 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. TVKയുടെ ഭാവി, TVK എത്ര ശതമാനം വോട്ടുകൾ നേടും, TVK എത്ര സീറ്റ് നേടും തുടങ്ങിയതെല്ലാം അറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ്. എന്തായാലും 20 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. വളരെ വേഗത്തിൽ ഈ പറഞ്ഞതുപോലെ വോട്ടിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കും. നമ്മുടെ പ്രതിനിധികളെല്ലാം തന്നെ എല്ലാ ഇടങ്ങളിലും സജീവമായി രംഗത്തുമുണ്ട്. എന്തായാലും അല്പസമയത്തിന് ശേഷം വോട്ടിംഗ് ആരംഭിക്കും. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രജിൻ, ദിൽന. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ചേർന്നത്. ഇനിയിപ്പോൾ നമ്മൾ കമ്പത്തേക്ക് പോകുന്നു. അവിടെ രാഹുൽ വിജയൻ തയ്യാറായി നിൽക്കുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. കമ്പത്ത് ഏത് ബൂത്തിലാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതി? ഈ 7 മണിക്കാണ് അവിടെ വോട്ടെടുപ്പ് ആരംഭിക്കുക. അതിൽ മുന്നേ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഈ കേരളത്തിലൊക്കെ കാണുന്നത് വലിയ നിര കാണാറുണ്ട് ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ. ആ രീതിയിലൊക്കെ തന്നെയാണോ കമ്പത്തെയും സ്ഥിതി? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. നമ്മൾ നിൽക്കുന്നത് കാർഡമം പ്ലാന്റേഴ്സ് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള ബൂത്തിലാണ്. ഇവിടെ ഈ സ്കൂളിൽ മാത്രം 7 ബൂത്തുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ആളുകളുടെ ഒരു നിരയൊക്കെ ഉണ്ട്. 7 മണിയോട് കൂടി മാത്രമേ തെരഞ്ഞെടുപ്പ് പോളിംഗ് തുടങ്ങിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം മാത്രമേ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നിർത്തിയിരിക്കുകയാണ്. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലാണ് എങ്കിൽ, കേരളത്തിലാണ് എങ്കിൽ ഒരുപക്ഷെ ബൂത്തിന് മുൻവശത്തെ വാതിലിന്റെ അവിടം വരെ ആളുകൾക്ക് പോയി നിന്ന് ക്യൂ തുടരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ
ആയിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോമ്പൗണ്ടിന് തന്നെ പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അവർ പോലീസുകാരോട് പറയുന്നുണ്ട് അകത്തേക്ക് കയറ്റി വിടാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. 7 മണിക്ക് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപ് മാത്രമായിരിക്കും അകത്തേക്ക് പ്രവേശനം, ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശനം എന്നുള്ളതാണ് പോലീസുകാർ ഇവർക്ക് നൽകിയ നിർദ്ദേശം എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വലിയൊരു നിര തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ 7 ബൂത്തുകളാണുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ കൂടുതൽ ബൂത്തുകളുണ്ട്. ഈ കമ്പം ടൗണിൽ മാത്രം ഏകദേശം 59 ബൂത്തുകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. രാവിലെ തന്നെ ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 3 മണിക്കിടയിൽ ഇതിനിടയിലുള്ള ഒരു പോളിംഗ് ശതമാനം വളരെ കുറവ് തന്നെയായിരിക്കും. അതിന് മുൻപും അതിന് ശേഷവുമുള്ള സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാൻ സ്വാഭാവികമായിട്ടും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പം പോലുള്ള പ്രദേശങ്ങളിൽ തോട്ടം തൊഴിലാളികൾ ഇടുക്കിയിലേക്ക് ഉൾപ്പെടെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പോയി വന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് പോകുന്നതാണ്. അവർ തിരികെ വൈകിട്ട് ഒരു 3 മണിയോടുകൂടിയാണ് തിരിച്ചു വരിക. അവർ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നതിന്റെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തായാലും വലിയ തിരക്ക് രാവിലെയും വൈകിട്ടുമായിട്ടായിരിക്കും അനുഭവപ്പെടാൻ സാധ്യത. എന്തായാലും ആളുകൾ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവരുടെ ഒരു നിര കാണുന്നുണ്ട്. കമ്പം മണ്ഡലത്തെ പറ്റി കൂടി പറയുകയാണെങ്കിൽ വലിയ പോരാട്ടം നടക്കുന്ന, തേനി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. TVKയുടെയും DMKയുടെയും ADMKയുടെയും സ്ഥാനാർത്ഥികൾ നേർക്കുനേർ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നിലവിൽ DMKയുടെ കൈവശമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ ADMK ഇതിന് മുമ്പ് ഇവിടെ ജയിച്ചിട്ടുണ്ട്. TVKയ്ക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു എന്നുള്ളതാണ്. ജഗന്നാഥ് മിശ്ര എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൊട്ടിക്കലാശത്തിനൊക്കെ വലിയ ആവേശത്തോടു കൂടി TVKയുടെ ആളുകൾ നിരത്തിലിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ N രാമകൃഷ്ണനാണ് DMKയുടെ നിലവിലെ MLA സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെയാണ്. STK ജക്കയ്യനാണ് ഇവിടെ ADMKയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന തേനി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കമ്പം. അതുപോലെ തന്നെ തേനി ജില്ലയിൽ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം അത് ബോഡി നായ്ക്കന്നൂരാണ്. മറ്റൊന്നും കൊണ്ടല്ല, മുൻ മുഖ്യമന്ത്രി O പനീർശെൽവം വീണ്ടും അവിടെ നിന്ന് ജനവിധി തേടുകയാണ്. നേരത്തെ ADMKയിലായിരുന്നെങ്കിൽ ഇത്തവണ DMKയ്ക്കൊപ്പം ചേർന്ന് സ്റ്റാലിനൊപ്പം ചേർന്ന് DMKയ്ക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്നു ആദ്യമായിട്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. എന്തായാലും എന്തുകൊണ്ടും തേനി ജില്ലയിൽ കടുത്ത മത്സരങ്ങൾ പല മണ്ഡലങ്ങളിലും നടക്കുന്നു. ത്രികോണ പോരാട്ടം നടക്കുന്നു പല മണ്ഡലങ്ങളിലും. ആളുകൾ എന്തായാലും ജനവിധി രേഖപ്പെടുത്താൻ വേണ്ടി പുലർച്ചെ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. 7 മണിയോടുകൂടി അവരെ അകത്തേക്ക് കയറ്റുകയും ചെയ്യും. പ്രജി. ശരി, രാഹുൽ വിജയനാണ് കമ്പത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കമ്പം, തേനി ജില്ലകളിലെ വിശദാംശങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ 6:42 സമയം. ഇനി കേവലം 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അവിടെ പോളിംഗ് തുടങ്ങും തമിഴ്നാട്ടിൽ എന്നതാണ് സ്ഥിതി. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.